ഞങ്ങളിപ്പോൾ ഉള്ളത് 30 ജനുവരി മാർച്ചിലാണ്, ഗാന്ധി സ്മൃതിയിലാണ്. ഡൽഹിയിൽ അക്ഷരാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ വേണ്ടിയും അവരെ തുരത്താൻ വേണ്ടിയും ഡൽഹി പോലീസ് നഗരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്റർനെറ്റ് മുഴുവൻ അടച്ചുപൂട്ടിയിരിക്കുന്നു. കടക്കമ്പോളങ്ങൾ അടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. പോലീസിന്റെ കവചിത വാഹനങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിലുടനീളം. ഇപ്പോൾ പ്രതിപക്ഷ എംപിമാര് 200ഓളം എംപിമാര് ഇപ്പോൾ ഗാന്ധി സ്മൃതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനമാണ് ഈ രാജ്യത്തിന് വേണ്ടത്. ഇന്ത്യ സമാധാനത്തിന്റെ, ജനാധിപത്യത്തിന്റെ മാതാവാണെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷി. പക്ഷേങ്കിൽ ഇത് ഒരു പട്ടാള ഭരണത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എംപിമാര് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഡൽഹി പോലീസിനോട് മല്ലിട്ട ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഗാന്ധി സ്മൃതിയിലേക്ക് പോലും പ്രവേശിക്കാൻ കഴിഞ്ഞത്. സമാധാനത്തിന്റെ ദൂതൻ അന്തി ഉറങ്ങുന്ന ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോലും ഡൽഹി പോലീസിന്റെ അനുമതി വേണം. ഒരു കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് വ്യക്തമാക്കുക, ഈ കുഞ്ഞുങ്ങളെ, ന്യായത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനാഥരാക്കില്ല. അവർക്ക് പടച്ചട്ടയായിട്ട് ഞങ്ങൾ എംപിമാരെ ഇവിടെ ഉണ്ടാകും. ആ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഗാന്ധി സ്മൃതിയിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അല്പ സദ്ബുദ്ധി ഉണ്ടാകണേ എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടു ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന്. എന്ത് നടപടിയാണ് എടുത്തത്? താഴെ നിന്നല്ല ഉത്തരവാദിത്വം നിശ്ചയിക്കേണ്ടത്, മുകളിൽ നിന്നാണ്. മന്ത്രി ആദ്യം പുറത്തു പോകണം. അങ്ങനെ വേണം ഉത്തരവാദിത്വം ആരംഭിക്കാൻ വേണ്ടി. ആ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗാന്ധി സ്മൃതിയിലേക്ക് വന്നത്. कुछ जल्दबाजी में क्या है, हम तो इधर खड़ा है एमपी लोग. ये हाल इधर ഈ ഡൽഹി നഗരത്തിന്റെ ഹാലിതാണ്. ഇവന്മാരെ ഡൽഹി പോലീസും അർദ്ധസേനയും കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. എംപിമാർക്ക് പോലും വഴിയെടുക്കാൻ പറ്റും. ഇവിടെ മര്യാദയ്ക്ക് ഞങ്ങളെ അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയും മുമ്പ് എത്തേണ്ടതാണ്. ഒരു കടഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. പട്ടാള ഭരണം, അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഇല്ലാതിരുന്ന വിരാത നിയമങ്ങളാണ്